മാലദ്വീപിൽ അന്യായത്തടവിൽ കഴിയേണ്ടി വന്ന എഴുത്തുകാരനും അധ്യാപകനുമായ ജയചന്ദ്രൻ മൊകേരിയുടെ ജീവിതാനുഭവങ്ങൾ പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങി. തക്കിജ എന്റെ ജയിൽ ജീവിതം എന്നു പേരിട്ട പുസ്തകം പ്രമുഖ എഴുത്തുകാരൻ ടി.പി. രാജീവൻ പ്രകാശനം ചെയ്തു. കോഴിക്കോട് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പുസ്തക പ്രകാശനം. ജയചന്ദ്രന്റെ ജന്മനാട്ടിൽ നടന്ന ചടങ്ങിന് നാട്ടുകാരും സഹപ്രവർത്തകരും സാക്ഷിയായി. തക്കിജ എന്നാൽ മോചിതനാവുക എന്നർത്ഥം. ജയിൽവാസം ഉൾപ്പെടെയുള്ള അനുഭവങ്ങളും തടവറയിൽ നിന്നുള്ള മോചനവും അദ്ദേഹം പുസ്തകത്തിൽ പങ്കുവെക്കുന്നു. നഷ്ടപ്പെട്ടുപോയ ഓർമ്മകളെ വീണ്ടെടുക്കാൻ എഴുത്തു സഹായിച്ചുവെന്ന് ജയചന്ദ്രൻ പറഞ്ഞു. എൻ്റെ മകളുടെ അല്ലെങ്കിൽ മക്കളുടെ മകന്റെ ഭാര്യയുടെ ഒക്കെ മുഖം മറന്നുപോയി എന്നതാണ്. പല വാക്കുകളും മറന്നുപോയി. അപ്പോൾ പിന്നീട് ജയിലിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് പല ഒന്നോ രണ്ടോ യോഗത്തിലൊക്കെ സംബന്ധിക്കുമ്പോൾ വാക്കുകൾ ഇട്ടാതെ ബുദ്ധിമുട്ടുണ്ടാകും. ഇതിന് മൊയ്തു വാണിമൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് നിർദ്ദേശിച്ചൊരു കാര്യം, അത് നീ പൂർണ്ണമായിട്ടും എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ എഴുതിയതും പിൽക്കാലത്ത് ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴൊക്കെയാണ് പിന്നീട് ഞാൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത്. മാലദ്വീപിൽ അധ്യാപകനായിരുന്ന ജയചന്ദ്രന് തെറ്റായ പരാതിയുടെ അടിസ്ഥാനത്തിൽ 8 മാസത്തിലേറെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പരാതി പിൻവലിക്കപ്പെട്ടിട്ടും രാജ്യദ്രോഹം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കുടുക്കാൻ ശ്രമം നടന്നിരുന്നു. സോഷ്യൽ മീഡിയയുടെ ശക്തമായ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ മോചനം സാധ്യമാക്കിയത്. മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും തീവ്രമായ ജയിൽ കുറിപ്പുകളാണ് തക്കിജയെന്ന് പ്രസാധകർ അവകാശപ്പെടുന്നു. മീഡിയ 1 കോഴിക്കോട്.